ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നമ്മൾ സങ്കീർത്തനങ്ങളിലൂടെ ഒരു യാത്ര പോവുകയാണ്. സങ്കീർത്തനങ്ങൾ വായിച്ച് അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ സങ്കീർത്തനങ്ങളിലൂടെ ഈ യാത്ര ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും, ഈ സങ്കീർത്തന ഭാഗങ്ങൾ ശ്രവിക്കുന്ന ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 1. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിരു പോലെയാണ് അവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. സ്നേഹനിധിയും കാരുണ്യവാനുമായ ദൈവമേ, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാനെന്ന് ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളെപ്പോഴും നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷത്തെ പോലെ ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുദിനം സത്പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിതം സഫലമാക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.